ഈ സോയിൽ ക്ലേൻ്റെ വീഡിയോസ് ഒരു കാലത്ത് എൻ്റെ ഫീൽഡിൽ ഒരുപാട് വരുമായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ലൈക്ക് ഞാൻ ഇതൊരിക്കലും ട്രൈ ചെയ്യില്ല. കാരണം ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല പണിയുള്ള പണിയാണ്. ഞാൻ സാധാരണ ചെറിയ പണിയാൻ തോന്നുന്നത് വരെ ചെയ്ത തലവേദനയായിട്ട് മാറാറ പതിവ്. പക്ഷേ എന്താ ചെയ്യുക, ഒരു ദിവസം ചെയ്യാൻ തോന്നി, അങ്ങനെ ഇറങ്ങി. വീഡിയോസിലൊക്കെ പറയുന്നത് കുഴിച്ചിട്ട് കുറച്ച് അടിയിൽ നിന്ന് കിട്ടുന്ന മണ്ണെടുക്കുന്നതാണ് നല്ലതെന്നാണ്. പക്ഷേ എനിക്ക് സ്റ്റാമിന കുറച്ച് കൂടുതലായിട്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. മേലെ നിന്ന് കിട്ടിയ മണ്ണ് തന്നെ എടുത്തു, അത് കലക്കി വെച്ച് എനിക്കിത് 2 തവണ അരിക്കണം. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിയാൽ പോരെ, വാഴനാര് കൊണ്ടൊക്കെ കെട്ടാൻ നോക്കി. ഫുൾ ഫ്ലോപ്പായിരുന്നു ഇത് ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ കയറുകൊണ്ട് തന്നെ കെട്ടി. ആ കെട്ടിയതും മുറുക്കി കെട്ടാത്തതുകൊണ്ട് പിന്നെയും മാറ്റി കെട്ടേണ്ടി വന്നു. പിടിച്ചു വെച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കി, പറ്റിയില്ല. അങ്ങനെ ഒരു തവണ ഇങ്ങനെയൊക്കെ അരിച്ച് പിന്നെ 2ാമത്തെ തവണ മറ്റേ ബക്കറ്റിലേക്ക് കെട്ടി ഇങ്ങനെ മര്യാദ കരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ 2 തവണ എൻ്റെ പണിയപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ സമയം വെച്ചിട്ട് അവർ പറയുന്നത് വെള്ളം ക്ലിയറായിട്ട് വരും, അടിയിൽ ക്ലേ ഇങ്ങനെ അടിഞ്ഞു കൂടും. പക്ഷേ എനിക്കങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് വെള്ളം കുറേ മറിച്ച് അടിയിൽ കുറച്ച് ക്ലേ കിട്ടി. അതെന്നിട്ട് ഇതുപോലെ കിഴി കെട്ടി വെച്ചു, മരത്തിൽ കെട്ടി തൂക്കി. ആ വെള്ളമൊക്കെ പോയി കുറേ സമയം കെട്ടി വെച്ചു. അതിന് ശേഷം ഞാൻ ഇതിങ്ങനെ തുണിയിൽ തന്നെ ഇങ്ങനെ പരത്തി ഉണങ്ങാൻ ഒരു ദിവസം മൊത്തം നേരിട്ട് വെയിൽ കൊള്ളാത്തടുത്ത് വെച്ചു. വൈകുന്നേരം വന്ന് നോക്കിയപ്പോൾ എനിക്കിതിൻ്റെ പാകം അറിയില്ല. ഇതാണോ പാകം എന്നാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ ഇത് തൊട്ട് നോക്കിയപ്പോൾ കയ്യിലൊക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ കൈ തീരെ ആവില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരുന്നു പാകം. അങ്ങനെ 2 ദിവസം വെച്ചപ്പോൾ ഇത് തന്നെ അവസ്ഥ. പിന്നെ 3ാമത്തെ ദിവസം എന്താ ചെയ്യുക, ഞാൻ നേരിട്ടങ്ങ് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ച് നേരിട്ടങ്ങ് വെയിലത്ത് വെച്ച്. അതിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം. ഇത് ഞാൻ രാത്രി വന്ന് നോക്കിയപ്പോൾ പപ്പടം പൊടിയുന്ന പോലെ പൊടിയായിരുന്നു. പിന്നെ എന്താ ചെയ്യുക, അപ്പോഴാണ് പണ്ട് കണ്ടൊരു വീഡിയോ ഓർമ്മ വന്നത്. ക്ലേ ഇങ്ങനെ ഉണങ്ങിപ്പോയാൽ ഒരു കവറിൽ കെട്ടി വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയെന്ന്. പക്ഷേ എന്താ ചെയ്യുക, അതും ഫ്ലോപ്പായി. കവർ പൊട്ടി വെള്ളമൊക്കെ ഉള്ളിൽ കയറി. പിന്നെ ഒന്നും കൂടെ കലക്കി പരത്തി വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ് ഈ ക്ലേ. ആ ക്ലേ വെച്ച് ഉണ്ടാക്കിയ സാധനമാണ് ഈ ലാസ്റ്റ് കാണുന്നത്.